യേശുവിനെ കുറിച്ച് സാക്ഷിക്കുമ്പോൾ വിശ്വസിച്ച് സമർപ്പിക്കുന്നവരെ വീണ്ടും ജനിപ്പിക്കുന്നു. നമ്മൾ മുമ്പേ കണ്ടു, വീണ്ടും ജനിപ്പിക്കുന്നു. എന്താ വീണ്ടും ജനനമെന്ന് ഞാൻ ചുരുക്കമായി അല്പം മുമ്പ് പറഞ്ഞല്ലോ. നിർജീവമായ ആത്മാവിൽ ചൈതന്യം പകർന്ന് ആത്മാവിൽ പുനരുദ്ധാനമുണ്ടായി ആത്മാവായ ദൈവത്തോടുള്ള വ്യക്തിപരമായ കൂട്ടായ്മ ബന്ധത്തിന് ഒരുവൻ പ്രാപ്തനാകുന്ന അനുഗ്രഹീത രൂപാന്തരാനുഭവമാണ് വീണ്ടും ജനനം. സ്തോത്രം. ഈ ആഴമായ ആത്മിക സത്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തക്കതുപോലെ സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ആ സാദൃശ്യം പരിശുദ്ധാത്മാവോട് ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിക്കോദെമോസിനോട് എൻ്റെ പൊന്നു കർത്താവ് പറഞ്ഞു, നീ പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആളങ്ങ് ബേജാറായി. ഈ പ്രായമായിട്ട് ഒരിക്കൽ കൂടെ അമ്മയുടെ ഉദരത്തിലേക്ക് തിരികെ കയറിയിട്ട് പറക്കാനൊക്കെ എന്ന് ചോദിച്ചു. ഉടനെ ഗുരു പറഞ്ഞ മറുപടിയിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ഭൂമിയിലുള്ളത് നിന്നോട് പറഞ്ഞിട്ട് നിനക്കൊരു പിടിയും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലെ അതുപോലെ പറഞ്ഞ എന്നാ പിടി കിട്ടാനാ? അപ്പോൾ സ്വർഗത്തിലെ കാര്യം നിനക്ക് പിടി കിട്ടേണ്ടതിന് ഭൂമിയിലുള്ള സാദൃശ്യം ഉപയോഗിച്ച് പറഞ്ഞു തരികയാണെന്ന് ഗുരു വ്യക്തമാക്കുക. അതാണ് വീണ്ടും ജനനം എന്ന സാദൃശ്യം. കേട്ടേ, അമ്മയുടെ ഗർഭത്തിൽ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കിടക്കുന്ന ഒരു കുഞ്ഞ്, അവൻ പൂർണ്ണ വളർച്ചയെത്തി. പക്ഷെ പുറം ലോകവുമായി അവൻ ഇതുവരെ ഒരു ബന്ധവുമില്ല. പുറത്തൊരു ലോകമുണ്ടെന്ന് പോലും ആളുടെ അറിഞ്ഞുകൂടാ. ഇന്ന് വരെ വെളിച്ചം കണ്ടിട്ടില്ല, ഇന്ന് വരെ ശബ്ദം കേട്ടിട്ടില്ല, ഇന്ന് വരെ മധുരമോ കയ്പോ ചവർപ്പോ ഒന്നും രുചിച്ചിട്ടില്ല. ഇന്ന് വരെ ഈ കുളിർന്ന വായു അതിൻ്റെ നൈർമല്യം അവൻ അനുഭവിച്ചിട്ടില്ല. ഇന്ന് വരെ ശബ്ദമൊന്നും കേട്ടിട്ടില്ല. ഇങ്ങനെ പുറത്തൊരു ലോകമുണ്ടെന്ന് പോലും അറിയാതെ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന ശിശു നിശ്ചിത സമയത്ത് പുറം ലോകത്തേക്ക് വരുമ്പോൾ ആദ്യമായി ഈ കുളിർന്ന വായു 2 ശ്വാസകോശം നിറച്ച് വലിച്ചെടുക്കുന്നു. ആ വെളിച്ചം കാണുന്നു, ശബ്ദം കേൾക്കുന്നു, കുളിരുന്നു. ഇതെന്തോ ഒരു ലോകം, ഒരു വെപ്രതി, ഒരു വെപ്രാളം, ഒരു കരച്ചിൽ, ഒരു നിലവിളി, ആകെ കൂടി ഒരു പൂതി, ഒരു പുതിയ ലോകം, ഒരു പുതിയ അനുഭവം. ഇതുപോലെ ആത്മലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഈ ലോകം മാത്രം ചിന്തിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചും ഇവിടുത്തെ കാര്യം നന്നാകാൻ ദൈവകാര്യങ്ങളെ ഒരു ഉപാധിയായി ഉപയോഗിച്ചും, മനസ്സിലായോ? സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിച്ചും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യം നന്നാകാൻ ദൈവത്തെ ഉപയോഗിച്ച് ഇവിടം മാത്രമേ ഉള്ളൂ എന്ന മട്ടിൽ ആത്മലോകത്തെക്കുറിച്ച് ബോധമില്ലാതെ ജീവിച്ചിരുന്നൊരു വ്യക്തി പരിശുദ്ധാത്മാവ് അവരിൽ പാപബോധം കൊടുത്ത് യേശുവിനെ കുറിച്ചുള്ള ബോധ്യം കൊടുത്ത് വിശ്വാസത്തിലേക്ക് അവൻ നടന്ന് സമ്പൂർണമായി അവൻ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പിക്കപ്പെട്ട അവൻ്റെ ആത്മാവിൽ ദൈവവചനത്തോടുകൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു പുതിയ ചൈതന്യമുളവാക്കി ആത്മാവായ ദൈവവുമായുള്ള നേരിട്ട ബന്ധത്തിന് അവൻ പ്രാപ്തനാകുന്ന ആത്മലോകത്തേക്ക് അവൻ ഉൾപ്രവേശിക്കുന്ന അനുഗ്രഹീതമായ അനുഭവമാണ് വീണ്ടും ജനനം. മനസ്സിലായോ? മനസ്സിലായില്ലേ? ചോദിക്കണം. ഇത് വളരെ പ്രധാനമാണ്. വീണ്ടും ജനിപ്പിക്കുന്നു. അതാണ് യോഹന്നാൻ 3:6 ഞാൻ പറഞ്ഞല്ലോ. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. സ്തോത്രം. വീണ്ടും ജനിപ്പിക്കുന്നു. അടുത്തത് അനേക അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഇവന് നൽകുന്നുണ്ട്. ഇവന് നൽകുന്ന അനേകതരമായ ആത്മീയ അനുഭവങ്ങൾ ഞാൻ ആദ്യം ഒരു ലിസ്റ്റ് പോലെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നിനെ കുറിച്ച് അല്പാൽപ്പം ചിന്തിക്കാം. ഇവനിൽ അധിവസിക്കുന്നു, ഒരു വ്യക്തിയിൽ, വിശ്വാസിയിൽ അധിവസിക്കുന്നു. വിശ്വാസിയെ സ്നാനം കഴിപ്പിക്കുന്നു, ആത്മസ്നാനാനുഭവം ഉണ്ടാകും. ഇവനെ അഭിഷേകം ചെയ്യുന്നു. അടുത്തത്
ആത്മാവ് അച്ചാരമായി ഇവനിൽ പ്രവർത്തിക്കുന്നു. ആത്മാവിനാൽ ഇവൻ മുദ്രയിടപ്പെടുന്നു. ഇവന് ആത്മനിറവിന്റെ അനുഭവം ഉണ്ടാകുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൃപാവരങ്ങൾ പങ്കിട്ടു കൊടുക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ ചെയ്യുന്നു. ഇവ ഓരോന്നും വകതിരിച്ച് നമ്മൾ ഗ്രഹിക്കണം. ചുരുക്കമായി ഞാൻ പറയാം. ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ ഏതെങ്കിലും വിട്ടുപോയെങ്കിൽ അപ്പം കുറിക്കാം. നമ്മൾ സാധാരണയായി ചോദിക്കാറുണ്ട്, അഭിഷേകം പ്രാപിച്ചോ, അഭിഷേകം പ്രാപിച്ചോ. അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറുഭാഷ പറഞ്ഞ് ആത്മചൈതന്യം പ്രാപിച്ചിട്ടുണ്ടോന്നാ. അല്ലേ അല്ലേ? പക്ഷെ അത് അഭിഷേകം എന്നതിനേക്കാൾ ആത്മസ്നാനം എന്ന അർത്ഥത്തിലാണ് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മസ്നാനം, ആത്മസ്നാനവും ആത്മാഭിഷേകവും വ്യത്യസ്തമാണ്. വ്യക്തമാക്കാം. അഭിഷേകം എന്ന് പറയുമ്പോൾ ഒരു ശുശ്രൂഷയ്ക്കായുള്ള നിയോഗവും ശക്തീകരണവുമാണ് അഭിഷേകം. ഒരു ശുശ്രൂഷയ്ക്കായുള്ള നിയോഗം, അതിനായുള്ള ശക്തീകരണം, അതാണ് അഭിഷേകം. ഈ അഭിഷേകം ആവർത്തിക്കപ്പെടാവുന്നതാണ്, ആവർത്തിക്കപ്പെടുന്നതുമാണ്. അതുകൊണ്ടാണ് ഒരു പുറജാതീയനായ രാജാവിനെ പോലും അഭിഷിക്തൻ എന്ന് തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യവും 45-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും ഒന്ന് ചേർത്തൊന്ന് വായിച്ചേര്. ആരെങ്കിലും ഒരാളൊന്ന് എടുത്ത് വായിച്ചാട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 44-ന്റെ ഒടുവിലെയും 45-ന്റെ ആദ്യത്തെയും വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. വായിച്ചോളൂ. മതി, താങ്ക് യു. താഴോട്ട് നിങ്ങൾ വായിക്കണം, വീട്ടിൽ ചെന്ന് വായിക്കണം. താഴോട്ട് വായിക്കുമ്പോൾ, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മൾ ചിലപ്പോഴൊക്കെ അതൊക്കെ അങ്ങ് പറയുമെങ്കിലും കോരേശിനോട് ദൈവം പറഞ്ഞാൽ അത് കോരേശിന് ദൈവത്തെ അറിയാൻ മേല. അവന് ജാതീയ രാജാവാ. പക്ഷെ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം അവനെ തെരഞ്ഞെടുത്തു, അവനെ അതിനായി ശക്തീകരിച്ചു, അതിനെ നിയോഗിച്ചു. ആ അനുഭവം അവനുണ്ടായപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അഭിഷിക്തൻ, അവൻ എൻ്റെ അഭിഷിക്തനാണ്. സ്തോത്രം. അപ്പോൾ അഭിഷേകം എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയ്ക്കായുള്ള നിയോഗവും ശക്തീകരണവുമാണ്. ഇപ്പം ഞാനിവിടെ ശുശ്രൂഷിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു ദൈവദാസനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നിരിക്കട്ടെ, കർത്താവേ, നിന്റെ ദാസനെ ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി നിന്റെ മോനെ അഭിഷേകം ചെയ്യണമേ. പ്രത്യേകാലുള്ള അഭിഷേകം നീ പകരുകയും അവിടുത്തെ മഹത്വത്തിനും ഞങ്ങളെ അനുഗ്രഹത്തിനുമായി ഉപയോഗിക്കുകയും ചെയ്യണമേ. നിന്റെ അഭിഷേകം നിന്റെ ദാസന്റെ മേൽ പകരുന്നതിനാൽ സ്തോത്രം എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് മുഖം വലിച്ചു നിന്നിട്ടുണ്ടോ, ഞാൻ അഭിഷേകം പ്രാപിക്കാത്ത ആളാണെന്നാന്നോ ഇങ്ങേര് വിചാരിക്കുന്നത്, ഇപ്പം എന്നെ അഭിഷേകം തരണേന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് അഭിഷേകവും അറിയത്തില്ല, ആത്മസ്നാനവും അറിയത്തില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചത് ശരി പ്രാർത്ഥനയാണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിർവഹിക്കാൻ വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയ്ക്കായുള്ള പ്രത്യേകമായ നിയോഗവും ശക്തീകരണവും എൻ്റെ മേലുണ്ടാകണമേ എന്ന് എനിക്ക് വേണ്ടി അദ്ദേഹം പക്ഷപാതം കഴിക്കുകയായിരുന്നു. ഞാൻ ആ കൂട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ചെയ്യണേ അപ്പാ എന്ന്. മനസ്സിലായല്ലോ?
അപ്പോൾ അഭിഷേകം ആവർത്തിക്കപ്പെടാവുന്നതാണ്. എന്നാൽ ആത്മസ്നാനം എന്താണ്? അത് അന്യഭാഷാ ഭാഷണത്താൽ തെളിയിക്കപ്പെടുന്നതാണ് ആത്മസ്നാനം. ഇനി അതെന്താണെന്ന് ഞാൻ അല്പം കൊണ്ടൊന്ന് വിശദീകരിക്കാം. സ്നാനം എന്ന വാക്ക് കേട്ടാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരേണ്ട ചില ആശയങ്ങളുണ്ട്. മരണം, അടക്കം, ഉയിർപ്പ്, ഇത്രയും ആശയങ്ങൾ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് സ്നാനം. ക്രിസ്തീയ സ്നാനം, വിശ്വാസ സ്നാനം, ജലസ്നാനം എന്ന് പറയുന്നതും ഈ 3 അനുഭവങ്ങളും അതിനകത്തുണ്ട്. ഒരു കൽപ്പന അനുസരിക്കുന്ന ലാഘവത്തോടെ ചെയ്ത് തൊലച്ചു വിടാനുള്ളതല്ല സ്നാനം. ഞാൻ അറിഞ്ഞുകൊണ്ടാകാനൊക്കെ പറഞ്ഞല്ലേ ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഇതും കൂടെ ഒപ്പിച്ചില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വാതിലടച്ചിട്ടിരുന്നൊന്നും മറ്റും വരണ്ട. ആരും അറിയണ്ട എവിടെ ഉണ്ട്, ആരുണ്ട്, അറിയാതൊന്ന് മുക്കി വിടാൻ ആരുണ്ട്. അപ്പോൾ അറിഞ്ഞു ഒരാളുണ്ട് മുക്കുവെന്നങ്ങനെ ചെന്ന് അദ്ദേഹത്തെ ബുക്ക് ചെയ്തു. ഉപദേശി ഞങ്ങൾ 3-4 പേരുണ്ട്, ആ പോരെ. AC ചെയ്ത് ടിൻറ്റഡ് ഗ്ലാസ് ഇട്ട് ഒരു കാറെ കയറി 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് സ്വിമ്മിംഗ് പൂൾ ബുക്ക് ചെയ്ത് ഉപദേശി ഒരു ബണ്ണും എടുത്തു, ഒരു കുപ്പി സ്ക്വാഷും എടുത്തു. അവിടെ ചെന്ന് ഇട്ടുകൊണ്ട് പോയ തുണി മാറി വേറെ തുണി എടുത്തുകൊണ്ട് വെള്ളത്തിലിറങ്ങി നാമങ്ങൾ ചൊല്ലി മുക്കി പൊക്കി വിട്ടു. ഈ ബണ്ണ് മുറിച്ചു കൊടുത്തു, സ്ക്വാഷ് ഒഴിച്ചു കൊടുത്തു, കർത്തൃമേശയും കഴിഞ്ഞു. അതുപോലെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിറക്കി വിട്ടു. ആരും അറിഞ്ഞില്ല, ദൈവം പോലും. അതാ ഞാൻ പറയും, ഒരു കൽപ്പന പറഞ്ഞില്ലേ ചെയ്തേക്കാം, ആ രീതിയിൽ ചെയ്യാനുള്ളതല്ല. അങ്ങനെ ചെയ്തതെങ്കിൽ പരസ്യമായിട്ടൊന്ന് ഏറ്റു പറയുകയും കർത്താവിനോട് ക്ഷമയൊക്കെ ചെയ്തോണം കേട്ടോ. എൻ്റെ ചിന്തയിൽ കുറ്റം കൂടുതൽ ഉപദേശിയുടേതായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാനാ. കേട്ട് യേശുവിനോട് ചേരാൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സാധനം പറ്റൂ. നമ്മളെപ്പോഴും പറയും ക്രിസ്തുവിനോട് ചേരാൻ. അപ്പം ക്രിസ്തുവിനോട് ചേരുക എന്ന് പറയുന്നത് ഏത് ഘടകത്തോടാണ് ചേരുന്നത്? ക്രിസ്തുവിനെ ശിശുവിനെ ഏത് വശമാണ് നീ പങ്കാളിയാകാൻ പോകുന്നത്? യേശു അത്ഭുതങ്ങൾ ചെയ്തു, അത്ഭുതം ചെയ്യുന്നതിന് കൂട്ടുകൂടാനാണോ? പിന്നെ എന്തിനാ? അതിലെ ഏത് ഘടകത്തിലാ? ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എറണാകുളം വരെ പോവാ, വരുന്നോന്ന് ചോദിച്ചു. എന്തിനാ പോകുന്നേ? അവിടെ എനിക്കൊരാൾ കുറച്ച് കാശ് തരാനുണ്ട്. പല പ്രാവശ്യം ചോദിച്ചിട്ട് തരുന്നില്ല. അവിടെ ഞാൻ അവിടുത്തെ ഈ കാശ് തിരിച്ച് മേടിച്ചു കൊടുക്കുന്ന ഒരു സംഘത്തോട് ഇടപെട്ടിട്ടുണ്ട്. അവനെയും കൂട്ടി ചെന്ന് അവനിട്ട് 10 പൊട്ടിച്ച് കാശ് മേടിക്കാൻ പോവാ. നീ വരുന്നോ? ഞാനില്ല, ആ പണിക്ക് ഞാനില്ല. മനസ്സിലായില്ലേ? അല്ല പിന്നെ എങ്ങോട്ടാ, എന്തിനാ പോകുന്നേ? ഞാനോ അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട യോഗം നടക്കുന്നുണ്ട്, വചനം പ്രസംഗിക്കുന്നത് കേൾക്കാൻ പോവാ. ഞാനും വരുന്നു. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ആളത്വത്തിലും ശുശ്രൂഷയിലും കർത്താവ് നിർവഹിച്ചതും കർത്താവ് ആയിരിക്കുന്നതുമായ ഏത് ഘടകത്തോടാണ് നീ ചേരാൻ ആഗ്രഹിക്കുന്നത്? മറുവമലയിലെ അനുഭവത്തോടൊക്കെ ചേരാൻ ഇഷ്ടം ഇല്ലേ? 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന കൂട്ടത്തിലും ചേരാനും ഇഷ്ടമാണ്. അത്ഭുതം ചെയ്യാനും ലാസറിനെ ഉയർപ്പിക്കുന്ന കൂട്ടത്തിലൊക്കെ ഞാനും ഉണ്ട്. അതിലൊന്നും ചേരുന്നതല്ല സ്നാനം. അവൻ്റെ മരണത്തിൽ പങ്കാളിയാകാനുള്ളതാ. അതിന് മനസ്സുണ്ടോ? മനസ്സിലായില്ലേ? മരണത്തിൽ, അതും മരണം എന്താ? ശാപമരണം. ഒറ്റപ്പെട്ട് നഗരത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ച അധർമ്മികളുടെ നടുവിൽ എണ്ണപ്പെട്ട സ്തോത്രം മശിഹായുടെ മരണത്തിൽ പങ്കാളിയാകാൻ ഞാനുണ്ട്. ആ മരണം എൻ്റെ മരണമാണേ, എനിക്കതിൽ പങ്കുണ്ട്. മരണം വിധിക്കപ്പെട്ടിരുന്നത് എൻ്റെ മേലാന്നേ, എനിക്ക് പകരം അവിടുന്ന് ഏറ്റതുകൊണ്ട് അടിയാനും ഇതിൽ പങ്കുണ്ട്. കർത്താവേ, ഞാൻ വരുന്നു. പാളയത്തിന് പുറത്ത് തിരുമേനിയുടെ കഷ്ടം അനുഭവിക്കുവാൻ ഞാൻ വരുന്നു.
മരണത്തിൽ പങ്കാളിയാകുന്നതാണ് സ്നാനം. ഇങ്ങനെയൊക്കെയാണോ സ്നാനപ്പെട്ടത്? അല്ലേൽ ഇതൊന്ന് അംഗീകരിച്ചോണേ, ഇതൊന്ന് അംഗീകരിച്ചോണേ. ഒത്തിരി പേര് സ്വർഗത്തിൽ പൊന്നും കുഞ്ഞാലയിലാണ് സ്നാനപ്പെടുന്നവരാ. എൻ്റെ ശൈലിയിൽ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതിനൊന്നുമല്ല സ്നാനപ്പെടേണ്ടത്. കിട്ടുന്നേ കിട്ടട്ടെ, എനിക്കതല്ല പ്രധാനം. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പൊൻതരുവീതി ഉണ്ടോ, ജീവജല നദി ഉണ്ടോ, ജീവവൃക്ഷത്തിൻ്റെ വലം തിന്നാനൊക്കുമോ, അതിനകത്ത് നീന്തി തുടിക്കാനൊക്കുമോ, അതിൻ്റെ ചായയിൽ കിടന്ന് ഉല്ലസിക്കാനൊക്കുമോ? ഇതൊന്നും എനിക്ക് പ്രധാനമല്ല സഹോദരങ്ങളെ. എനിക്ക് പ്രധാനം എൻ്റെ കർത്താവ് അവിടെ ഉണ്ടെന്നുള്ളതാ. മനസ്സിലാവുന്നുണ്ടോ? യോഗം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകും. വീട്ടിൽ പോകുന്ന അവിടെ എനിക്ക് നല്ല ഒന്നാമതൊരു കിടക്ക ഉണ്ടെന്നുള്ളതുകൊണ്ടൊന്നല്ല ഞാൻ പോണത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഇന്ന് വലിയൊരു ഡിന്നർ ഒരുക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല ഞാൻ പോണത്. ഞാൻ അങ്ങോട്ട് പോണതേ, എനിക്ക് ഒരു കൊച്ചു കുടുംബം അവിടെ ഉണ്ട്. ശരിയല്ലേ? നിങ്ങൾ വീട്ടിൽ പോണേ എന്തിനാ? അതിനല്ലയോ? എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എൻ്റെ കൂട്ടായ്മയിൽ സന്തോഷമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരവിടെ ഉണ്ടെന്നുള്ളതാണ് എന്നെ വീട്ടിലേക്ക് ആകർഷിക്കുന്ന ഘടകം. പലർക്കും യേശു ഒന്നും അവിടെ ഉണ്ടാകണമെന്നേ ഇല്ല. എങ്ങനെങ്കിലും അവിടെ കയറി ഈ മുമ്പേ പറഞ്ഞ പോലെ ഈ സുഖമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നാൽ മതി എന്നുള്ള ചിന്തയാണ്. ചിന്തയൊക്കെ ഒന്ന് മാറണേ, ചിന്തയൊക്കെ ഒന്ന് മാറണേ പ്ലീസ്. മരണത്തിൽ പങ്കാളിയായാൽ ജീവനിൽ കൂടെ വാഴാം. ഓ, നമ്മുടെയൊക്കെ ആശയങ്ങളങ്ങ് വികലമായി പോകുന്നത് കണ്ടോ നിങ്ങൾ? തിരുത്തണേ, തിരുത്തണേ, തിരുത്തി കൊടുക്കണേ. ഇത്രയും പേര് ഇവിടെ ഉണ്ട്, ഇത്രയും പേരും പുറത്തോട്ട് ഇറങ്ങിപ്പോയി ഇത് പറഞ്ഞു കൊടുക്കണ്ടോരാ. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോകുന്നു. ആ മരണത്തിൽ പങ്കാളിയാകും ഇതുപോലെ തന്നെയാ. അപ്പോൾ സ്നാനം എന്ന് വാക്ക് കേട്ടാൽ ഉടനെ ഇത്രയും ആശയങ്ങൾ മനസ്സിൽ വരണം. സ്തോത്രം. യേശുക്രിസ്തു തന്റെ മരണത്തെക്കുറിച്ച് സ്നാനമെന്ന് പറഞ്ഞു. എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ എത്ര ഞരങ്ങുന്നു. അപ്പോൾ ആത്മസ്നാനം എന്ന് പറഞ്ഞാലും ഇത് തന്നെ ആശയം. മരണമടക്കം ഉയിർപ്പ്. പഴയ പാപപ്രകൃതത്തിന് മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞ് ക്രിസ്തുവിനോട് ഉയർത്ത ക്രിസ്തുവിനു വേണ്ടി ഒരു പുതിയ ജീവിതത്തിനായി ഒരുങ്ങിയ ഒരു വ്യക്തി. ഒന്നുകൂടെ പറയാം. പഴയ പാപപ്രകൃതത്തിന് മരിച്ചു, മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞു. നാം മരിച്ച നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞു. എന്നിട്ട് ക്രിസ്തുവിനോട് ഉയർത്തു. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനായുള്ളൊരു ജീവിതം ഞാൻ തുടങ്ങുക. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും. സ്തോത്രം. മരണം, അടക്കം, ഉയർപ്പ്, ഇത് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം വിധേയപ്പെടുന്ന അനുഭവമാണ്. ഈ അനുഭവത്തിൽ നമ്മെ പ്രാപ്തന്മാരാക്കുവാൻ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മവ്യാപാരത്തിന് പറയുന്ന പേരാണ് ആത്മസ്നാനം. സ്തോത്രം. എല്ലാവരും ഞാൻ പറഞ്ഞ ആശയം ഉൾക്കൊണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിൽ വല്ലതും വന്നെങ്കിൽ ചോദിച്ചോണേ. സ്തോത്രം. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന് സംബന്ധമായി പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മാവിനാൽ വിശദീകരണം തന്നിട്ടുണ്ട്. 8-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ എടുത്തെങ്കിലൊന്ന് വായിച്ചേ. ആകയാൽ വായിച്ചോളൂ.
കേട്ടോ, ശരീരത്തിന്റെ എന്നുള്ളതിന് മൂലകൃതിയിൽ ജഡത്തിന്റെ എന്ന് തന്നെയാ. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ എന്ത് ചെയ്തോണം? മരിപ്പിക്കണം. പഴയ പാപപ്രകൃതത്തിന്റെ താല്പര്യങ്ങളെ അനുദിന ജീവിതത്തിൽ മരിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കണം. ക്രിസ്തുവിൽ മറഞ്ഞ് മുൻപോട്ട് പോകണം. ക്രിസ്തുവിനോട് ഉയർത്ത് ക്രിസ്തുവിനായി ക്രിസ്തുവിനൊരു പുതിയ ജീവിതം നടത്തിക്കൊണ്ടിരിക്കണം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് ജീവിക്കും. അങ്ങനെ ജീവിക്കണമെങ്കിൽ അത് സ്ഥിരമായ അനുഭവമായിരിക്കണം. കേൾക്കുന്നുണ്ടല്ലോ? അത് ഞായറാഴ്ച ചെയ്യേണ്ടത് മാത്രമല്ല, അത് സ്ഥിരമായ അനുഭവമായിരിക്കുന്നത് കൊണ്ട് സ്ഥിരമായി നമ്മിൽ ആത്മാവിൻ്റെ അനുഭവം വ്യാപാരമുണ്ടാകുന്നു. അങ്ങനെ സ്ഥിരമായി നമ്മിൽ അധിവസിച്ച് പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിനായി ജീവിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന് നമ്മെ പ്രാപ്തന്മാരാക്കുവാൻ സ്തോത്രം, വിശേഷവിധിയായി ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന അനുഗ്രഹീതമായ ആത്മീയ അനുഭവമാണ് ആത്മസ്നാനം. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ, പരിശുദ്ധാത്മാവിൽ അല്ലാതെ ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ നമ്മളെ കൊണ്ട് ഒക്കുകയില്ല. ആത്മാവിൽ മറഞ്ഞിരിക്കണം, ആത്മാവിനെ പാനം ചെയ്യണം, ആത്മാവിൽ മറയുക. ഹല്ലേലൂയ. സ്നാനജലത്തിൽ ഒരുവൻ മുങ്ങിയിരിക്കുന്നത് പോലെ ആത്മാവിൽ നിമജ്ഞനം ചെയ്യപ്പെട്ട നിലയിൽ, സ്തോത്രം, ആത്മാവിൻ്റെ ശക്തിയിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ. ആ നിലയിലുള്ള ജീവിതം. ഇനി ഈ ആത്മസ്നാനം ഞാൻ പറഞ്ഞല്ലോ, അന്യഭാഷാ ഭാഷണത്താൽ തെളിയിക്കപ്പെടുകയാണ്. അത് അതിൻ്റെതായ കാരണമുണ്ട്. പറഞ്ഞു തുടങ്ങാം, പിന്നെ കൂടുതൽ വിശദീകരിക്കാം. ആത്മസ്നാനാനുഭവത്തിന് അന്യഭാഷ അടയാളമായിരിക്കുവാൻ കാരണമുണ്ട്. കുറെ കൂടി ഓസ്റ്റന്റേഷ്യസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നെങ്കിൽ, ആത്മസ്നാനത്തിന് അനുഭവത്തിന് അടയാളം തലയിലൊരു തീ എരിയുന്നതോ വല്ലതും ആയിരുന്നെങ്കിൽ കുറെ കൂടി രസമുണ്ടാവില്ലേ? ഇതല്ല. അതിനൊരു കാരണമുണ്ട്. ഒന്ന് എടുത്തേച്ചേ, വായിച്ചേ. യാക്കോബന്റെ ലേഖനം 3-ാം അധ്യായം 2 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. യാക്കോബന്റെ ലേഖനം 3-ാം അധ്യായം 2 മുതൽ 9 വരെ ഒന്ന് വേഗം വായിച്ചാട്ടെ. മതി, താങ്ക് യു. വായിച്ചത് കേട്ടോ? നാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വിശദീകരണമാണ്. ഒരുവൻ ആരാ? ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. തെറ്റാത്ത നാക്കുള്ളവൻ സൽഗുണപൂർത്തിയുള്ളവനാണ്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ആളത്വത്തിന്റെ വെളിപ്പാടാണ് വായിന്ന് പുറപ്പെടുന്ന വാക്കുകൾ. ഈ നാക്കിനെ കുറിച്ച് താഴോട്ട് പറയുമ്പോൾ, അയ്യോ, നരകത്തീന്ന് തീ പിടിപ്പിച്ചോണ്ട് ജീവചക്രത്തെ കൊളുത്തുന്ന തീക്കൊള്ളിയാണെന്ന സത്യമല്ലേ? നരകത്തി ജീവചക്രത്തെ പിടിപ്പിക്കുന്നത്. പിന്നെ ഒരു വിശദീകരണം കേട്ടോ, അനീതി ലോകമാണ്. അനീതി ലോകം എന്തുവാ ഈ അനീതി ലോകം എന്ന് പറഞ്ഞാൽ? കണ്ണ് കാഴ്ചയുടെ ലോകമാണ്, കാത് ശബ്ദങ്ങളുടെ ലോകമാണ്, മൂക്ക് ഗന്ധങ്ങളുടെ ലോകമാണ്, കൈ പ്രവൃത്തിയുടെ ലോകമാണ്, മനസ്സ് ചിന്തയുടെ ലോകമാണ്, അതുപോലെ നാക്ക് അനീതിയുടെ ലോകമാണ്. ഒന്നുകൂടി വ്യക്തമാക്കാം. കണ്ണ് വെളിച്ചത്തിൽ വ്യാപരിക്കുന്നത് പോലെ
കാത് ശബ്ദങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ, മൂക്ക് ഗന്ധങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ, മനസ്സ് ചിന്തകളിൽ വ്യാപരിക്കുന്നത് പോലെ നാക്ക് അനീതിയിൽ വ്യാപരിക്കുന്നു. ഈ നാക്ക് ആർക്കും മെരുക്കാവതല്ല, ആർക്കും മെരുക്കാവതല്ല. മൃഗം, പക്ഷി, ഇഴജാതി ഈ വക ഒക്കെ മനുഷ്യന് കീഴടങ്ങുന്നു. മനുഷ്യനേക്കാൾ അനേകം മടങ്ങ് തൂക്കമുള്ള ആനയെ കൂച്ചുവിലങ്ങിട്ട് ചൊൽപ്പടിക്ക് നിർത്തി സ്വന്തം പണി ചെയ്യിക്കും മനുഷ്യൻ. സിംഹത്തെ പിടിച്ച് കൂട്ടിലിട്ട് കളിപ്പാട്ടമാക്കും. മൂക്കം പാമ്പിനെ മാലയിട്ടവൻ നൃത്തം ചവിട്ടും. മനുഷ്യന് മെരുങ്ങാത്തതൊന്നുമില്ല. പക്ഷെ ഒന്നുണ്ട്, നാക്ക്. ഇത് മെരുങ്ങുന്നില്ല. അങ്ങ് പറഞ്ഞു, അയ്യോ പറയാൻ ഉദ്ദേശിച്ചല്ല, അങ്ങ് പറഞ്ഞു പോയി. മനസ്സിലായില്ലേ? പറഞ്ഞുപോയി. നമുക്ക് മെരുക്കാവതല്ല, നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള ഈ അനീതി ലോകം, ഇതിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമുണ്ടായി. ഈ നാവ് കൊണ്ട് പറയാത്ത വാക്കുകൾ ആത്മാവ് ഈ നാവ് ഉപയോഗിച്ച് ഇവനെ കൊണ്ട് പറയിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നാവിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഴു ജീവിതത്തിന്റെയും നിയന്ത്രണത്തിന് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ സന്നിഹിതനായിരിക്കുന്നു എന്നാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ഈ കാര്യം ഓർത്തുകൊള്ളണം. എൻ്റെ മുഴു ജീവിതത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഈ അനുഭവം എന്നെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മറക്കല്ല. സ്തോത്രം. ഇങ്ങനെയാണോ? വ്യക്തമായോ എല്ലാവർക്കും? നാക്കിൽ തെറ്റാതിരുന്നാൽ സൽഗുണപൂർത്തിയുള്ള പുരുഷനാ. അനീതി ലോകത്തിൽ വ്യാപരിച്ചിരുന്ന നാവിന്റെ ആ പഴയ പാപപ്രകൃതത്തെ മരിപ്പിച്ച് ഈ നാവ് കൊണ്ട് ഒരു പുതിയ ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് ഇവനെ ഒരുക്കുകയാ. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുക, ദൈവത്തോട് സംസാരിക്കുക. അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, തനിക്ക് താൻ ആത്മീയോർത്തന വരുത്തുന്നു. സ്തോത്രം. വ്യക്തമായി എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ തൻ്റെ മുഴു ജീവിതത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ദൈവവൈതലിനെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുവാനും ഇവൻ ആത്മനിയന്ത്രണത്തിലുള്ളൊരു ഭക്തനാണെന്നുള്ളത് പൊതുലോകത്തിനു മുമ്പിൽ സാക്ഷ്യമാകാനും ഇവന് തന്നെ ദൈവത്തോടുള്ള വ്യക്തിപരമായ കൂട്ടായ്മ ബന്ധത്തിൽ ആത്മീക വർധന പ്രാപിക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ അനുഭവമാണ് അന്യഭാഷാ ഭാഷണം. ഇത്രയും കാര്യം മനസ്സിലായോ? സ്തോത്രം. നമ്മളിന്ന് ഇതിനെ പല നിലയിലാണ് ഉപയോഗിക്കുന്നത്. വ്യാധിനെ തടാനുള്ള വടിയാന്നൊക്കെ പറയുന്നവരെ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അന്യഭാഷയെക്കുറിച്ചൊക്കെ അല്പം കൂടെ പിന്നെ ചിന്തിക്കാം. സ്തോത്രം. സ്കെഡ്യൂളിൽ തന്നെ നിൽക്കണമല്ലോ. എൻ്റെ വാക്യം നിർത്തിക്കോട്ടെ. ദേവദാസന്മാർ പറഞ്ഞ സമയമായി. ഇനിയുള്ള കുറച്ച് സമയം ന്യായമായി നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഒത്തിരി ചോദിക്കാൻ കിടക്കുന്നില്ലേ? ചോദിക്കണം. പറഞ്ഞത് എനിക്ക് സന്തോഷമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. ഇത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന കാര്യമായ സഹോദരങ്ങളെ എന്നാ പറയുന്നു? നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന കാര്യമാണ്. ഈവൻ ജീവിതത്തെ ബാധിക്കുന്നതാണെങ്കിൽ പോലും അത്രയും വലുതൊന്നുമല്ല. ദേഷ്യം വരല്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഇവിടുത്തെ ജീവിതത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഇത്രയും ഗൗരവം കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇത് നിത്യതയെ ബാധിക്കുന്നതാകയാൽ
ഏറ്റവും ഗൗരവം കൊടുത്ത് ഒരു സംശയത്തിനും ഇടയില്ലാതെ വണ്ണം സ്തോത്രം ഉറപ്പുവരുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഉറക്കമുണ്ടല്ലേ? അതെ, ശരി. അതിനകത്ത് 2 ചോദ്യങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അതങ്ങോട്ട് തുടങ്ങാം അല്ലേ? ആട്ടെ. മൂന്നര വരെയാ. ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ആത്മസ്നാനം അന്യഭാഷാ ഭാഷണത്താൽ മാത്രമാണോ തെളിയിക്കപ്പെടുന്നത്? ഞാനങ്ങനെ പറഞ്ഞില്ല. ചിലപ്പോൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എല്ലാം പറയാൻ ഇച്ചിരി നേരം കൊണ്ട് ഒക്കുകയല്ലോ. അതുകൊണ്ട് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത്, എന്തൊക്കെ പറഞ്ഞിരുന്നത് ഏകവും പ്രത്യക്ഷവുമായ അടയാളമെന്നായിരുന്നു. നമ്മളിപ്പോൾ അങ്ങനെ പറയാറില്ല, അത് ശരിയല്ല. പ്രഥമവും പ്രധാനവുമായ അടയാളമെന്നാണ് പറയാറുള്ളത്. പ്രഥമവും പ്രധാനവുമായ അടയാളം. ഈ ആത്മസ്നാനം തരുന്നത് തന്നെ ആ അനുഭവത്തിൽ അങ്ങ് സന്തോഷിച്ചുകൊണ്ടിരിക്കാനൊന്നുമല്ല. നമ്മൾ ചിന്തിച്ചില്ലേ, എന്തിനാ അത്? പഴയതിന് മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞ് പുതിയതിന് ജീവിക്കാനാ. ഓർക്കുന്നില്ലേ? എല്ലാം മറന്നു. അതിനാണ്. അപ്പോൾ പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞ് പുതിയതിന് ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് പ്രധാനമായും ആത്മസ്നാനത്തിന് തെളിവ്. അത് അടുത്തൊരു ചോദ്യം കൂടെ. പിതാവ് പുത്രനെ ഭൂമിയിൽ അയച്ചു. യേശു പറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നു. പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. ഞാൻ പോയ പരിശുദ്ധനെ അയക്കുമെന്ന് പറഞ്ഞു. ഇതെങ്ങനെ എല്ലാം കൂടെ ചേരുമെന്ന്. പിതാവ് പുത്രനെ ഇങ്ങോട്ട് അയച്ചെന്ന്, പിതാവ് അവിടെ ഇരിക്കുന്ന പുത്രനെ ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ രണ്ടും ഒന്നാന്നും പറയുന്നു. എന്നിട്ട് പുത്രൻ പറഞ്ഞു, ഞാനങ്ങ് പോയി കഴിഞ്ഞേച്ച് പരിശുദ്ധാത്മ ഇങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു. കർത്താവ് അങ്ങ് പോയി വെച്ച് പിന്നെ പരിശുദ്ധാത്മ ഇങ്ങോട്ട് അയക്കുകയും ചെയ്തു. അപ്പം പിന്നെ അത് രണ്ടും എങ്ങനെ ഒന്നാകുന്നു? ഇത് മൂന്നും കൂടെ എങ്ങനെ ഇത് ഒന്നാണെന്ന് പറയുന്നത്? ന്യായമായൊരു ചോദ്യം അല്ലേ? നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെ പറഞ്ഞോ. ഞാൻ പറഞ്ഞേച്ച് പിന്നെ പറയാം അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളെ പലപ്പോഴും അബദ്ധം വരുന്നത് മനുഷ്യൻ്റെ ആ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ വ്യാഖ്യാനിക്കും. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. നമ്മളെപ്പോലെ ദൈവം നമ്മളങ്ങ് ചിന്ത വരും. ഞാൻ രാവിലെ ഒരു ഉദാഹരണം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞല്ലോ, ഞാനൊരു അപ്പനാ, 2 പിള്ളേരുണ്ട്. അതേസമയം ഞാനൊരു സുവിശേഷകനാണ്. അപ്പോൾ സുവിശേഷകൻ എന്ന നിലയിൽ എനിക്കിപ്പോൾ എറണാകുളത്തും കുഞ്ഞുങ്ങളുടെ പിതാവെന്ന നിലയിൽ ഇപ്പോൾ കോട്ടയത്തും കൂടി ഒരു സമയത്തായിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയാണ്. നരകത്തിലും ദൈവസാന്നിധ്യമുണ്ട്. നമ്മുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, ദൈവം സ്വർഗത്തിൽ വാഴുന്നു, പിശാച് നരകത്തിൽ വാഴുന്നു. സ്വർഗം ദൈവത്തിന്റെ സാമ്രാജ്യവും നരകം പിശാചിന്റെ സാമ്രാജ്യവും എന്നാ. നരകത്തിൽ പിശാചിന്റെ രാജ്യത്തുനിന്ന് തട്ടിപ്പറിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന് എണ്ണം കൂട്ടുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ പലപ്പോഴും. ഇല്ലേ അല്ലെന്ന് പറ. അങ്ങനെയുള്ളൊരു ചിന്തയാണ് അതൊക്കെ. എന്നാൽ നമുക്ക് അവിടെ ഒരു ശകലം തെറ്റുണ്ട് കേട്ടോ, പറയാം. എല്ലായിടത്തും വാഴുന്നവൻ ദൈവമാണ്. നരകത്തിലും വാഴുന്നവൻ ആരാ? ദൈവമാണ്. പിന്നെ പിശാച് നരകത്തിൽ എന്നാ ചെയ്യുക? അവൻ അവിടെ കഷ്ടം അനുഭവിക്കുക. അതവൻ്റെ തടവറയാ, തടവറ. നരകം പിശാചിന്റെ തടവറയാ. അവിടെയും വാഴുന്നവൻ ആരാ? ദൈവമാണ്. അവിടെയും ദൈവസാന്നിധ്യമുണ്ട്. 139 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പിന്നെ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്.
എന്തോ പാതാളം നരകം അതിന്റെ രണ്ട് ഭാഗമാണ്. നരകത്തിലുമുണ്ട്. പാതാളം എന്ന് പറയുമ്പം നരകത്തിന്റെ തന്നെ ഭാഗമാണ്. അപ്പൊ അവിടെ ആ കൂടെ പ്രശ്നമായി അല്ലേ? പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് വീഴുന്ന പോലായി. പറയാം, കേട്ടേ അയാൾ പറഞ്ഞു പോയില്ലേ. നമ്മൾ ഈ കോസ്മോളജി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് തിയോളജിയിൽ പ്രധാനമായിട്ടും 13 ശാഖകളാണ്. 13 ശാഖകളിൽ ഒരു ശാഖയാണ് കോസ്മോളജി. കോസ്മോളജി എന്ന് പറഞ്ഞാൽ അഖിലാണ്ട കടാഹ ശാസ്ത്രം. ഈ അഖിലാണ്ട കടാഹ ശാസ്ത്രത്തിൽ സ്വർഗം, ഭൂമി, നരകം ഇതെല്ലാം അഖിലാണ്ട കടാഹ ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കണം. നരകത്തെക്കുറിച്ചും വേദപുസ്തകത്തിൽ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആളുകളുടെയൊക്കെ ചിന്ത നരകമെന്ന് പറയുന്ന ഭൂമിയുടെ നടുക്കുള്ള ഒരു കീലുകുഴിയാണെന്ന. അതല്ലേ പണ്ടങ്ങാണ്ട് ആരണ്ട് പറയുമായിരുന്നല്ലോ, കുഴിച്ചു താഴ്ത്തി വന്നപ്പം നരകത്തിലെത്തിയെന്നോ നിലവിളി കേട്ടെന്നോ ഓർക്കുന്നുണ്ടല്ലോ. ഒരു ന്യൂസ് ഒരിക്കലും വന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെന്ന് നമുക്ക് പോയെന്ന് അവരെ തുറന്നു വിടാമല്ലോ. നമുക്കതൊരു ബോംബ് വെച്ചൊക്കെ തകർത്താൽ ഇതിനോട് നരകം ഇട്ടില്ലതാനും നമുക്ക് രക്ഷപ്പെടാമല്ലോ, ഇല്ലേ? ഭൂമിയുടെ നടക്കുന്നുവല്ല നരകം. ഭൂമിയിൽ നിന്ന് അകലെയുള്ള വേറെ ഒരു ഗ്രഹമാണ് നരകം. വേറൊരു ഗ്രഹമാണ്. രണ്ടും രണ്ട് സമയത്തുണ്ടാക്കിയതാ. യെശയ്യാ 30:33 ഒന്ന് വായിച്ച്. യെശയ്യാ 30:33. കേട്ടോ, പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കി. അപ്പൊ നരകം ഒരുക്കിയത് എന്നാ പറഞ്ഞ്? പണ്ട് പറഞ്ഞുതരാം. പണ്ട് ഭൂമി ഉണ്ടാക്കിയത് എന്നാ? ആദിയിൽ. രണ്ട് സമയമാണ്. ആദിയിൽ ഭൂമി സൃഷ്ടിച്ചു, നരകം പണ്ട് ഒരുക്കി. അപ്പോൾ ഇത് രണ്ട് സമയമാണ്. അടുത്തൊന്ന്, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് നരകം ഒരുക്കിയത്. മത്തായി 25:41. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി. ആദിയിൽ ദൈവം സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരെ സൃഷ്ടിച്ചു. ദൂതപ്രമുഖനായിരുന്ന ലൂസിഫർ വിശുദ്ധ ദൂതനായി സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു. തിരുവെഴുത്ത് പറയുന്നു, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിഷ്കളങ്കനായി ദൈവത്തോട് ചേർന്ന് നിന്നിരുന്നയാളായിരുന്നു ആര്? ലൂസിഫർ. അപ്പൊ ലൂസിഫർ വിശുദ്ധ ദൂതനായി ഇരിക്കുന്ന സമയം സ്വർഗമുണ്ട്, സ്വർഗത്തോടൊപ്പം സൃഷ്ടിക്കപ്പെട്ട ഭൂമിയും ഉണ്ട്. കാലത്തിന്റെ പിന്നൊരു സമയത്താണ് അവൻ പിഴച്ച മത്സരിയായി പിശാചായത്. അവൻ പിശാചായി കഴിഞ്ഞിട്ടേ നരകം ഒരുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പിശാച ഇല്ലായിരുന്ന കാലത്ത് നരകം ഒരുക്കേണ്ട കാര്യം ഇല്ല. അതുകൊണ്ടാണ് പണ്ട്. മറ്റേത് ആദിയിൽ, മറ്റേത് പണ്ട്. അടുത്ത ഒന്ന്, ഈ ഭൂമി അവസാന കണിക വരെ കത്തിയൊഴിയും. മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴിയും. അവസാനത്തെ ആറ്റവും കത്തിയൊഴിയും. അങ്ങനെ രൂപപ്പെടുന്ന വലിയ ഹ്യൂജ് മാസ് ഓഫ് എനർജി ഉപയോഗിച്ച് പുതിയ ആകാശ, പുതിയ ഭൂമികൾ ഉണ്ടാവും. ഇപ്പം നരകം ഇതിന് നടുക്കാണെങ്കിൽ അതില്ലാതെയായി പോവുകയല്ലേ? അവസാന കണികയും കത്തി അഴിയുമ്പോൾ നരകം ഇല്ലാതെയായി പോകും. ഭൂമിയിലാണെങ്കിൽ, ഭൂമിയുടെ നടുക്കാണെങ്കിൽ. അതുകൊണ്ട് ഇതിനകത്തല്ല. അടുത്ത ഒന്ന്, ഇതേ ഭൂമി പുതിയ ആകാശ പുതുഭൂമിയായി വരുമ്പോൾ ആ പുതിയ ആകാശ പുതുഭൂമികളിലേക്ക് പുതിയ യെരൂശലേം എഴുന്നള്ളി വരും. സഭയുടെ അവകാശമായി
പുതിയ ആകാശ പുതിഭൂമികൾ, പുതിയ യെരൂശലേമൊക്കെയും നിത്യതയിൽ സ്വർഗസ്ഥലങ്ങളായി തുടരുകയാണ്. അങ്ങനെ തുടരുമ്പോൾ ഇവിടെ എങ്ങും സ്ഥലമില്ലാത്ത പോലെ അതിനെ നടുക്കുകൊണ്ടിയെന്ന് നരകവും കൂടി കുത്തി ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല. ഇനി നരകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന് പല സ്ഥലങ്ങളുണ്ട്. ഇന്നും നരകം ഉപയോഗത്തിലുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ, യാതനാസ്ഥലം ഇന്ന് ഉപയോഗത്തിലുണ്ട്. യുദ്ധത്തിന് ചമയിച്ച കുതിരയെപ്പോലെ പ്രത്യേക നിലയിലുള്ള വിചിത്ര ജീവികൾ, പീഡനകാലത്ത് പീഡനോപാധികളായി ഉപയോഗിക്കാനുള്ള വിചിത്ര ജീവികളെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന തടവറകൾ ഇവിടുണ്ട്, നരകത്തിലുണ്ട്. അന്ധകാരത്തിന് ചങ്ങലയിട്ട് തെറ്റിപ്പോയ ദൂതന്മാരെ സൂക്ഷിച്ചിരിക്കുന്ന തടവറകൾ അവിടെയുണ്ട്. വായിച്ച വാക്യത്തിൽ യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും എന്നാണ്. ഇന്ന് ഫുൾ ഫ്യൂരിയിൽ നിത്യനരകം എരിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അവിടെ ഇന്ന് വരെ ആരെയും ഇട്ടിട്ടില്ല. അതിങ്ങനെ റെഡി ആയിട്ട് കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നരകത്തിന് ഇങ്ങനെ പല ഭാഗങ്ങൾ ഉണ്ട്. ഇത്രയും ഭാഗങ്ങളെല്ലാം ഉള്ളത് ഈ കൊച്ചു ഭൂമിയുടെ ഈ നടുക്ക് ഇച്ചിരി ഇടത്തൊന്നും കൂട്ടി വെക്കാനൊക്കുന്ന ഒരു കാര്യം അല്ല. ഭൂമിയിൽ നിന്ന് അകലെയുള്ള ഒരു ഗോളമാണ്. എഫേസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ. അപ്പൊ അത് നരകത്തിന്റെ ഭാഗത്തേക്ക്, വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സൂക്ഷിക്കപ്പെട്ടിരുന്ന ഭാഗത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണെന്ന് നമുക്ക് അവിടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഭൂമിയുടെ നടുക്കോട്ടിലേ ഇറങ്ങിയത് എന്ന് ചോദിക്കുന്നവരുണ്ട്. കേട്ടേ, മൂല ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കാറ്ററേറ്റ എന്ന പദമാണ്. ഞാൻ പറഞ്ഞത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8-9 വാക്യങ്ങളാണ്. 8, 9, 10. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കാറ്ററേറ്റ. ഗ്രീക്ക് കാറ്ററേറ്റ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ഭൂമിയേക്കാൾ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയതാണ്. ഭൂമിയേക്കാൾ താഴോട്ടിറങ്ങിയെന്ന് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പരിധി വിട്ട് ഇറങ്ങിപ്പോയെന്ന്. ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായ വേറെ ഒരു ഗോളമാണ് നരകം. പല ഭാഗങ്ങളുണ്ട്. അതിൻ്റെ പ്രധാന തീപ്പൊയ്ക ഇന്ന് ഉപയോഗത്തിലായിട്ടില്ല. അന്ത്യന്യായവിധിയോടനുബന്ധിച്ചാണ് അത് ഉപയോഗത്തിൽ വരുന്നത്. അപ്പോൾ പാതാളം എന്തോ ചോദിച്ചോ സാറേ? പറയട്ടെ. പാതാളം എന്ന് പറയുമ്പോൾ വിശുദ്ധന്മാരെ ആത്മാക്കൾ നരകത്തിന്റെ ഒരു ഭാഗത്ത് വിശ്രമിച്ചിരുന്നു. ആ ഭാഗത്തെയാണ് 139-ാം സങ്കീർത്തനത്തിൽ പരാമർശിച്ചിരിക്കുന്നതെന്ന. അത് നരകത്തിന്റെ ഒരു ഭാഗമല്ലേ? നരകമെന്ന വിശാലമായ ആ ഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെ മാത്രമല്ല, സർവവ്യാപിയാകയാൽ തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? അവിടെ ഉള്ളവർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. അതാണ് പ്രശ്നം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ മദ്രാസിൽ സുവിശേഷ വേല ചെയ്യുന്ന കാലത്ത് ഞങ്ങളുടെ സഭയിൽ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയിലായിരുന്നു ഒരു കുടുംബമായി ജോലി ചെയ്തിരുന്നത്. അപ്പോഴേ ഈ ആൻറ്റി അല്പം ആസ്മാറ്റിക്കാണ്. ആസ്മയുണ്ട്. മദ്രാസ് കടൽ തീര പട്ടണമായതുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഹ്യൂമിഡിറ്റി വളരെ കൂടിയതുകൊണ്ട് ആസ്മ അങ്ങ് വളരെ വർദ്ധിച്ചു. പലപ്പോഴും മരണാസന്നയായിട്ടുണ്ട്. പാതിരാത്രിക്കൊക്കെ ചിലപ്പോൾ ശരീരം, മുഖമൊക്കെ അങ്ങ് നീലിക്കും, ചുണ്ടൊക്കെ നീല നിറമാവും, മൂക്കിൻ്റെ അറ്റം ഇവിടെ അങ്ങ് നീല നിറം പോലെ ആവും. അതുപോലെയാവും. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഓക്സിജൻ കൊടുക്കണം, അതിൽ ചത്തുപോകും. ഇങ്ങനെ ഇച്ചിരി സുഖമായി വരുമ്പോൾ ആൻറ്റി പറഞ്ഞു, ഇവിടെ വായു ഇല്ല. ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും എന്തോ ഉണ്ട്, ഈ ആൻറ്റിക്ക് വായു ഇല്ല. കുഴപ്പം വായുവിൻ്റെ ആണോ? കുഴപ്പം ആൻറ്റിയുടേതാ. ഇതുപോലെ
നരകത്തിലും ദൈവസാന്നിധ്യമുണ്ടെങ്കിലും അവിടെയുള്ളവർക്ക്, അവിടെ നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ, അവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്. മരണം എന്നാൽ വേർപാടെന്ന, ജീവൻ എന്നാൽ കൂട്ടായ്മ. മരണം വേർപാടും, ജീവൻ കൂട്ടായ്മയും. അപ്പോൾ യേശുക്രിസ്തുവിൽ നമുക്ക് നിത്യ ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരിക്കലും ചാകത്തില്ലെന്നല്ല. കേൾക്കണേ. യേശുക്രിസ്തു നമുക്ക് നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരിക്കലും പിരിയാത്ത കൂട്ടായ്മ വന്ന് നമുക്കുണ്ടെന്ന്. അതുകൊണ്ടാണ് ഒരു ഭക്തന് മരണമില്ല. യോഹന്നാൻ 11:25 ഗുരു പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കാൻ ആരും ഒരു നാളും മരിക്കയില്ല. യോഹന്നാൻ 8:51 കർത്താവ് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്ന ഒരു നാളും മരണം കാണുകയില്ല. എന്നാ കർത്താവ് പറയുന്നേ? പത്രോസും പൗലോസൊന്നും കർത്താവിന്റെ വചനം പ്രമാണിച്ചവരല്ലേ, കർത്താവ് വിശ്വസിച്ചവരല്ലേ? അവർ മരിച്ചല്ലോ. അവർക്ക് മരണമില്ല. അവർക്ക് ശരീരത്തിൽ നിന്നൊരു വിശ്രമമേ ഉള്ളൂ. ശരീരത്തിന്റെ അധ്വാനത്തിൽ നിന്ന് ദൈവം അവർക്കൊരു വിശ്രമം കൊടുക്കുന്നു. അവർ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നില്ല. ഇവിടെ കണ്ണാടിയിൽ കടമൊഴിയായി ആത്മാവിൽ ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സഹോദരൻ, ദൈവഭക്തൻ, അതിൻ്റെ അടുത്ത പടിയിലേക്ക്, കണ്ണാടിയിൽ കടമൊഴിയായി കണ്ടവൻ മുഖാമുഖം കാണുന്ന അനുഭവത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. മരണം ഭക്തനൊരു പ്രൊമോഷനാണ്. ഇവിടെ ഏതൊരു ദൈവത്തോട് ആത്മാവിൽ കൂട്ടായ്മ ആദരിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ കൂട്ടായ്മ ബന്ധത്തിന്റെ അടുത്ത പടിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഞാൻ ഈ പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? ഉണ്ട്. അപ്പൊ മരണം ആസ്വദിക്കുന്ന, മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരാസ്വാദനമാണ്. ആസ്വദിക്കാത്ത എന്ന് പറഞ്ഞാൽ ശാരീരിക മരണമാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ശാരീരിക മരണമാണ്. ഞാൻ ചോദിക്കട്ടെ, മരണഭീതി മാറിയോ? മരണഭീതി മാറിയോ? ആരെങ്കിലും ഒരു പ്രവാചകൻ ചവിട്ടി കാണുന്നു എന്ന് പറഞ്ഞാൽ മതി, വരുണ്ട്. പിന്നെ യോഗം തീർക്കാൻ ആർക്കും ധൃതിയില്ല. വാച്ച് പൊക്കി കാണിക്കുമെന്നാ പറയുന്നത് ചിലര്. പ്രസംഗം നീണ്ടുപോയാൽ വാച്ചൊന്ന് ഇതൊന്ന് പറഞ്ഞു വെച്ചാൽ മതി, പിന്നെ വാച്ചുമില്ല, ധൃതിയില്ല, പിന്നെ ഉപവാസ. ദീർഘായുസുണ്ട. നീ പൊണ്ണും കൊടുത്ത ലോകത്തിൽ ദീർഘായുസോടെ ഇരിക്കാനാണോ കർത്താവിനെ പിൻപറ്റുന്നത്? ശുശ്രൂഷ തികയുന്നതിന് മുമ്പേ നമുക്കൊന്നും സംഭവിക്കില്ല. ശുശ്രൂഷ തികഞ്ഞാൽ പിന്നെ എന്തിനാ ഇവിടെ വലിച്ചു നീട്ടുന്നേ? ഇതെന്തൊക്കെയാ ഈ പറയുന്നല്ലേ? ഞാൻ വേദപുസ്തകമാ പറയുന്നേ. ഇപ്പോൾ പാതാളം, നരകം, ഇവിടെയൊക്കെ ദൈവസാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവം ആത്മാവ. ഞാൻ ചോദിച്ച അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. ദൈവം ആരാണ്? ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എൻ്റെ പൊന്നു കർത്താവ് തന്നെ അതിനൊരു സാദൃശ്യം പറഞ്ഞത് വായുവാ, കാറ്റ്. കാറ്റ് കാണാൻ മേലെ നമുക്ക് അനുഭവിക്കാം. ഇതുപോലെ ആത്മസ്വരൂപിയായ കർത്താവ്, യോഹന്നാന്റെ സുവിശേഷം 4:22 വായിക്കുന്നുണ്ടല്ലോ, 22 വായിക്കുമ്പോൾ അവിടെ ഉണ്ട്, ദൈവം ആത്മാവാകും. ദൈവം ആത്മാവാ. ആത്മാവായ ദൈവം ഒരിടത്തും പരിമിതനല്ല. ത്രിയേക ദൈവവും ആത്മാവാ. ആത്മാവായവൻ, രണ്ടാം ആളത്വമായവൻ ജഡത്തിൽ ഇവിടെ വെളിപ്പെടുകയായിരുന്നു. ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. ഞാനൊന്നുകൂടി മനസ്സിലാക്കി തന്നാൽ, ഈ കുക്കിംഗ് ഗ്യാസിലെ നമ്മൾ എടുക്കുന്ന നാച്ചുറൽ ഗ്യാസ്, കുക്കിംഗ് ഗ്യാസ്, ഈ കുക്കിംഗ് ഗ്യാസ് പ്രകൃതിയ അതിന് മണമുള്ളതല്ല, അതിന് മണമില്ല.
ഇറ്റ് ഈസ് ആൻ ഓർഡർലെസ് ഗ്യാസ്. അത് ഭയങ്കര അപകടമാണ്. അപ്പം കാരണം മണമില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് കുറ്റി ലീക്കായി വീട് മുഴുവൻ വായു നിറഞ്ഞാൽ, ഈ ഗ്യാസ് നിറഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. അവിടെ കാണാൻ വന്നിട്ടുണ്ട് തീപ്പെട്ടി വരയ്ക്കും, ഈ അന്തരീക്ഷം മുഴുവൻ തീയാവും. അതുകൊണ്ട് ഇൻ്റർനാഷണൽ നിയമമാണ് അതിനകത്തൊരു മണം ചേർക്കണമെന്ന്. ഒരു പഞ്ചൻ സ്മെൽ, മൂക്കിൽ തുളച്ച് കയറത്തക്ക ചീമൊട്ടയുടെ ചീഞ്ഞ ഒരു മണം അതിനകത്തോട്ട് ചേർത്തിട്ടേ പുറത്തു കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്നുള്ളത് ആളുകൾ തിരിച്ചറിയണം. അപ്പോൾ കാണാൻ തിരിച്ചറിയാൻ, മണക്കാൻ കഴിയാതിരുന്നതിനെ ഇപ്പം മണമുള്ളത് ആക്കി തിരിച്ചറിയത്തക്കതുപോലെ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ഇതുപോലെ ആത്മാവായ ദൈവം, അദൃശ്യനായ ദൈവം നമ്മുടെ ദൃഷ്ടിക്ക് വിഷയീഭവിക്കത്തക്ക പോലെ, മറ്റത് മൂക്കിന് വിഷയീഭവിക്കുക, ഇവിടെ ദൃഷ്ടിക്ക്, കാഴ്ചയ്ക്ക്, കണ്ണിന്, നോട്ടത്തിന് വിഷയീഭവിക്കത്തക്കതുപോലെ ജഡം എടുത്തു, ജഡത്തിൽ ഇവിടെ വെളിപ്പെട്ടു. അപ്പോൾ ആത്മാവായ ദൈവം നമ്മളോടുള്ള കരുതൽ നിമിത്തം നമുക്ക് വേണ്ടി നമ്മെ പോലെ ഒരു ജഡമെടുത്തു. കാരണം ആത്മാവായ ദൈവവുമായി ബന്ധം പുലർത്താൻ ജഡത്തിലിരിക്കുന്ന മനുഷ്യന് കഴിയുകയില്ല. ആ ജഡത്തിലിരിക്കുന്ന മനുഷ്യന് ആത്മാവായ ദൈവവുമായി ബന്ധം പുലർത്തുവാൻ, ദൈവത്തെ തിരിച്ചറിയാൻ ഇടയാകേണ്ടതിന് നമ്മളെപ്പോലെ ജഡമെടുത്ത് ഭൂമിയിൽ വരികയായിരുന്നു. അപ്പോഴും അവൻ ആത്മാവാ. അതേസമയം ആത്മാവായവൻ എന്ത് ചെയ്യുന്നു? ജഡത്തിൽ വെളിപ്പെട്ടു. അതാ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി. അപ്പോൾ കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവന് ദൈവത്വത്തെ നിങ്ങൾ നിഷേധിക്കരുത്. അത് നമ്മളോട് കാണിച്ച കരുണയാണ്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് തന്റെ സാന്നിധ്യം ദൃഷ്ടിക്ക് വിഷയീഭവിക്കത്തക്കതുപോലെ ഒരിക്കൽ പ്രാവ രൂപത്തിൽ ഒന്ന് എഴുന്നള്ളി. അറിയാമല്ലോ, പ്രാവ് രൂപത്തിൽ എഴുന്നള്ളി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രക്ഷാപദ്ധതിക്കു വേണ്ടി, രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിൽ നമുക്കിങ്ങനെ പറയാൻ, നമുക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ആ പ്രോജക്റ്റിന് വേണ്ടി, ആ ദൗത്യത്തിനു വേണ്ടി, ആ മിഷനു വേണ്ടി, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി 3 ആളത്വങ്ങളും അവരൊരു ക്രമീകരണം ചെയ്യുകയാണ്. അതിന്റെ പ്രോജക്റ്റ് ഇൻചാർജ് പോലെയാണ് പിതാവ്. മനസ്സിലായല്ലോ? ജഡത്തിൽ റെസ്ക്യൂറായി, രക്ഷകനായി യേശു ഇവിടെ വെളിപ്പെട്ടു. ഇതിന്റെ എല്ലാം പിന്നിൽ പരിശുദ്ധാത്മാവ് അതിൻ്റെ ഉപാധിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഒരുക്കപ്പെട്ട രക്ഷാപദ്ധതി മനുഷ്യന് പ്രായോഗികത്തിൽ അനുഭവിക്കുവാൻ ഇടയാകേണ്ടതിന് പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ എന്ന നിലയിൽ എഴുന്നള്ളി ശുശ്രൂഷിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും വേർപിരിഞ്ഞ് പോകാൻ കഴിയുകയില്ല. പക്ഷേ കഴിയത്തില്ലെന്നും മറ്റും പറയാമോ? ദേഹിയുടെ ഘടകമല്ലേ മനസ്സ്, അല്ലയോ? ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പോകാം. നിങ്ങൾക്ക് പോരുതോ? വീട്ടിൽ പോയി ചോദിച്ചാൽ എത്ര പേരുണ്ട്? ഒത്തിരി പേരുണ്ട്, ഇല്ലേ? പെട്ടെന്ന് പോയി. ചില അമേരിക്ക വരെ പോയി, ചില ഗൾഫ് വരെ പോയി. രാജീവ് സാറ് റഷ്യയിൽ പോയിട്ടുണ്ട്, അപ്പോൾ റഷ്യ വരെ പോയി, ഇല്ലേ? നമുക്കൊക്കെ പോകാം. ജഡത്തിൽ നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട്. അപ്പൊ ദേഹി പോവുക. അടുത്തൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ.
ഈ യോഗയ്ക്കകത്ത് ഒരു പരിപാടിയുണ്ട് കേട്ടോ, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് അവിടെയുള്ള ആളുകൾക്ക് എന്നെ തിരിച്ചറിയത്തക്കതുപോലെ അവിടെ പ്രത്യക്ഷനാകാൻ കഴിയുന്ന പരിപാടി പോലും യോഗയിലുണ്ട്. അതിനാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? ഉള്ളതാ, നടന്നുകൊണ്ടിരിക്കുന്ന. അത് പൈശാചികമാണ്, അത് ഇല്യൂഷനാണ്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? തോന്നലുകൾ ഉണ്ടാക്കുക. അവിടെ നിൽക്കുന്ന ആളുകൾക്ക് എന്തോ ഉണ്ടാക്കുക? ഇന്ന ആര് വന്ന ഇന്ന ആളെ കാണുന്നു എന്ന തോന്നലുകൾ ഉണ്ടാക്കുകയാണത്. അത് യാഥാർത്ഥ്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് സാധ്യതയെക്കുറിച്ച് മാത്രം നിങ്ങൾ പറഞ്ഞ, കർത്താവിനത് അങ്ങനെ അല്ലായിരുന്നു. കർത്താവ് ആളത്വത്തിൽ, ജഡത്തിൽ ഇവിടെ വെളിപ്പെട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് യോഹന്നാൻ പറഞ്ഞു, ഞങ്ങൾ തൊട്ടു, കണ്ടു, കൈ തൊട്ടു. പത്രോസ് തന്നെ പറയുന്നുണ്ട്, യോഹന്നാൻ ഞാൻ ആ മാറോട് ചാരിയിരുന്നു. അപ്പോൾ ജഡത്തിൽ കർത്താവ് ഇവിടെ വെളിപ്പെട്ടു. ആത്മാവായിരിക്കുമ്പോൾ തന്നെ ജഡത്തിൽ വെളിപ്പെട്ടു. ആ സമയം സ്വർഗം കാലിയാണോ? ആണോ? അല്ല. അതാ ചോദിക്കുന്നത്. യേശു ദൈവമാ. ദൈവം എത്ര ഉണ്ട്? ഒരു ദൈവമേ ഉള്ളൂ. യേശു ദൈവമാ. ആ യേശു മരിച്ചപ്പോൾ ദൈവം മരിച്ചല്ലോ. അപ്പൊ ഇച്ചിരി നേരത്തേക്ക് 3 ദിവസത്തേക്ക് ഈ അഖിലാണ്ട ഘടാകത്തിന് യാതൊരു ഇൻചാർജും ഇല്ലായിരുന്നു. മനസ്സിലായി? ദൈവം ഇല്ലായിരുന്നു. അപ്പൊ ദൈവം ഇല്ലാതായെങ്കിൽ ഇല്ലാതാകുന്നവൻ ദൈവം അല്ലതാനും. അപ്പൊ നിങ്ങൾ ദൈവമാണെന്ന് പറയുന്നയാള് ദൈവം അല്ലാതായി അതിനുശേഷം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ കുറച്ച് പറയുമ്പോഴത്തേന് അയ്യോ ശരിയാണല്ലോ, യേശു ദൈവമല്ല എന്നും പറഞ്ഞ് 2 പെന്തക്കോസ്തുകാരാ 2 മുസ്ലിമായെന്ന് പറയുന്നത് കിട്ടും. മരണ്ടൊക്കെ ആവുന്നുണ്ട്. യാക്കോബാലെ ഒരു അച്ഛൻ ഒരിക്കലായി അയാളുടെ ഒരു കസറ്റ് എന്നെ ദോഹായിൽ വെച്ച് ചില സഹോദരങ്ങളെ കേൾപ്പിച്ചു. അദ്ദേഹം ത്രിയേകത്വത്തെയൊക്കെ പരിഹസിക്കാന്നേ ഉള്ളൂ. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ പറയുക, അതാ പരിഹാസം. അല്ല, യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് മനസ്സ് വെക്കാൻ അവർക്ക് താല്പര്യം